Good evening all. വിനോദ് കുമാർ ദ ഡിജിറ്റൽ ക്രിയേറ്റർ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ടൂള് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ചില ഇമേജ് ക്രിയേഷൻ ടൂളുകളാണ്. ഈ മൈക്രോസോഫ്റ്റ് പിങ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ് കോപൈലറ്റ്. ഇത് രണ്ടും ഇൻ്റർ കണക്റ്റഡാണ്. അപ്പോൾ ഇത് രണ്ട് വഴിയും നമുക്ക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ഈ മൈക്രോസോഫ്റ്റ് പിങ് എന്ന് പറയുന്ന ഒരു സെർച്ച് എഞ്ചിൻ കൂടിയാണ്. അതേപോലെ തന്നെ നമുക്കിതിൽ മലയാളത്തിൽ പ്രോംപ്റ്റ് അഥവാ കമാൻഡ് കൊടുത്ത് നമുക്ക് ഇമേജുകൾ ക്രിയേറ്റ് ചെയ്യാം. ഇതുകൂടാതെ മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കൂടെ മൈക്രോസോഫ്റ്റിനുണ്ട്. ഒത്തിരി പ്രൊഡക്റ്റുണ്ട്. അതിൽ ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റാണ് മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമുക്ക് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ, അതായത് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം, ഇമേജ് ക്രിയേറ്റ് ചെയ്യാം, ഐക്കൺ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കാർഡ് എന്ന് വേണ്ട ഒട്ടനവധി ഫീച്ചേഴ്സുള്ള ഒരു ടൂളാണ് മൈക്രോസോഫ്റ്റ് ഡിസൈനർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അതേപോലെ തന്നെ എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ കർമ്മ മേഖലയിൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയായിട്ട് ബന്ധപ്പെട്ട് ഉപയോഗപ്പെടുത്താവുന്ന ഒരു ടൂളാണ്. ഇതും ഒട്ടുമിക്കവർക്കും അറിയാവുന്ന ടൂളുകൾ തന്നെയാണ്. മൈക്രോസോഫ്റ്റ് ഡിസൈനറിൻ്റെ കേസിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് നമുക്ക് എഡിറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിക്കാം. ഡിസൈനറിൽ നമുക്ക് ഇമേജ് എഡിറ്റ് ചെയ്യാം, നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ നമുക്ക് എറേസ് ചെയ്യാം, അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാം. അങ്ങനെയുള്ളൊരു ഓപ്ഷൻ കൂടി ഇതിനകത്തുണ്ട് എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു. Damn.